ബി.ജെ.പി. കാഞ്ഞങ്ങാട്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി M. ബൽരാജ്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പി. കാഞ്ഞങ്ങാട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി M. ബൽരാജ് പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ MLA എന്ന നിലയിൽ കേന്ദ്രത്തിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കാഞ്ഞങ്ങാടിന്റെ സമഗ്ര വികസനത്തിനായുള്ള ഫണ്ടുകൾ കൊണ്ടുവരാൻ താൻ പരമാവധി ശ്രമിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിൽ സമഗ്ര വികസനത്തിന് NDA ജയിപ്പിക്കണമെന്നും പുതുതലമുറ ഈ തെരഞ്ഞെടുപ്പിൽ NDAക്കൊപ്പമെന്നും അതുകൊണ്ട് തന്നെ LDF UDF കുത്തക മണ്ഡലങ്ങളിൽ ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്നും ബൽരാജ് പറഞ്ഞു. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ NDA BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ. പത്രമാധ്യമ സുഹൃത്തുക്കൾ പരമാവധി എന്നെ സഹായിക്കുന്നുണ്ട്. റിപ്പോർട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 10 ദിവസമായി. എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് BJPയോട്. BJP കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെടും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കാഞ്ഞങ്ങാടിൻ്റെ സമഗ്ര വികസനത്തിന് ഇടത് വലത് മുന്നണികൾ കാര്യമായി ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു MLA എന്ന നിലയിൽ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഒരു MLA എന്ന നിലയിൽ കേന്ദ്രത്തിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കാഞ്ഞങ്ങാടിൻ്റെ സമഗ്ര വികസനത്തിനായുള്ള ഫണ്ടുകൾ കൊണ്ടുവരാൻ പരമാവധി ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് വേണ്ട ഏറ്റവും ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ വാണിജ്യ മേഖലയിലാവട്ടെ കാഞ്ഞങ്ങാട് സംസ്ഥാനത്തിലെ 1-ാം നമ്പർ മണ്ഡലമാക്കി മാറ്റാൻ ഞാൻ പരമാവധി ശ്രമിക്കും. സംസ്ഥാന സമിതി അംഗം A. വേലായുധൻ, മണ്ഡലം പ്രസിഡന്റ് M. പ്രശാന്ത്, സെക്രട്ടറി M. പ്രദീപ് കുമാർ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. മനോരമ ലേഖകൻ ഹരി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.